കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ കുട്ടമ്പുഴയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായ നിലയിൽ കൊല ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാവുകയും ചെയ്തു. അതിന് തൊട്ട് തലേ ദിവസമായിരുന്നു പാലക്കാട് നിന്നുമുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി സമീപ പഞ്ചായത്തിൽ വെച്ച് സമാനമായ വിധത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ രണ്ട് ദാരുണമായ സംഭവമാണ് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. അപ്പോൾ ഈ വിഷയത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും വലിയ ആവശ്യം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി കാട്ടാന ഇറങ്ങുകയും ആളുകളെ ആക്രമിക്കുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ വലിയ തോതിലുള്ള ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നിടത്ത് എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ആ കാര്യത്തിൽ അവർ വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തിയ സംഭവം. അപ്പോൾ ഈ കാര്യത്തിൽ കുട്ടമ്പുഴയിൽ എൽദോസ് മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് തന്നെ ആ പ്രദേശത്ത് ഇങ്ങനെ വലിയ അതിക്രമത്തിന് സാധ്യതയുണ്ടെന്നും കാട്ടാന അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ് എന്നുമുള്ള ഇൻഫർമേഷൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതാണ്. എന്നാൽ അവരുടെ മറുപടിയായിരുന്നു ഏറ്റവും വിചിത്രമായിട്ടുണ്ടായിരുന്നത്. അവരുടെ കൈവശം പെട്രോളില്ല വാഹനത്തിനടിക്കാൻ എന്നുള്ള ആ ഒരു വിചിത്രമായ മറുപടിയായിരുന്നു നാട്ടുകാരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. സംസ്ഥാന ഗവൺമെൻറ് നാളിതുവരെയായി യാതൊന്നും ചെയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ MP എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായ തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെയർപേഴ്സണ് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നടപടിയെടുക്കേണ്ട ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെടുകയും ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കാര്യത്തിൽ മനുഷ്യജീവനുകൾ കൂടുതൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അല്ലാത്തടത്തോളം ഉദ്യോഗസ്ഥർ നേരാവണ്ണം ജോലി ചെയ്താൽ പോലും പരമാവധി പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പ്രത്യേകിച്ചും കുട്ടമ്പുഴയിലെ എൽദോസിൻ്റെ മരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ മനുഷ്യവാസ കേന്ദ്രത്തിൽ, ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി അവിടെ അതിക്രമം സൃഷ്ടിക്കുമ്പോൾ അതിനെ തിരിച്ചോടിച്ചു വിടാനുള്ള RRT സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവർ ചെയ്യാത്തതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാത്ത, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെന്നും അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളതും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ MP എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് കണ്ടത്. ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ ശക്തമായ തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ഇടപെടും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ തൊട്ടടുത്ത് തന്നെ കേരളം സന്ദർശിച്ച് ഈ പ്രദേശബാധിത മേഖലയിലെല്ലാം, അല്ലെങ്കിൽ ഈ പ്രശ്നബാധിത മേഖലയിലെല്ലാം അവർ നേരിട്ട് സന്ദർശനം നടത്തും എന്നാണ് പരാതി നൽകിയപ്പോൾ മറുപടി ലഭിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയായിട്ട് ഇപ്പം അറിയിക്കുകയാണ് ചെയ്തത്. നേരിട്ട് പോയി കണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യമായി കാണാൻ കഴിയും. കാരണം കൃത്യവിലോപമാണ്, അതൊരു കുറ്റകൃത്യമാണ്. അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ മനുഷ്യാവകാശ ലംഘനവും അതേപോലെ തന്നെ ക്രൂരമായ കുറ്റകൃത്യവും രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ പരിസ്ഥിതി മന്ത്രിയെ കാണുകയോ നിവേദനം നൽകുകയോ ചെയ്തിട്ടുണ്ട്? വകുപ്പ് മന്ത്രിയോട് ഈ കാര്യത്തിൽ ഞാൻ റിട്ടേണായിട്ട് പരാതി കൊടുത്തിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത് സംസ്ഥാന ഗവൺമെൻറ് ഒരു വിഷയമാണ്, ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കേണ്ട ഒരു വിഷയം. പിന്നെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പാർലമെൻറ്റ് നടപടികൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നില്ല. നമുക്ക് പ്രശ്നം ഉന്നയിക്കാനുള്ളൊരവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. അപ്പോൾ തന്നെയുമല്ല, ദേശീയ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നയപരമായ മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ
മൃഗങ്ങളെ വേട്ടയാടാനുള്ള അവസരം അവിടെ നൽകുന്നുണ്ട്. ഇപ്പോൾ USA-യിലും ചൈനയിലും റഷ്യയിലും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള അവകാശം അവിടെ നിയമപരമാണ്. ആ നിയമപരമായ അവകാശം ഇന്ത്യയിലും ഉണ്ടാകണമെന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ വന്യജീവി ആക്റ്റിൽ ഭേദഗതി വരുത്തി കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇവിടെ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിൻ്റെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി പാർലമെൻറ്റ് സമ്മേളനം നടന്നിട്ടില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമികമായി നടപടി സ്വീകരിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നെഗ്ലിജൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഞാനിപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ